ഇന്നത്തെ വീഡിയോ വെജിറ്റേറിയൻസിന് നോൺ വെജിറ്റേറിയൻസിനും കഴിക്കാൻ പറ്റുന്ന വെജ് പ്രോട്ടീൻ ഓപ്ഷൻസിനെ കുറിച്ചാണ്. അതിനു മുന്നേ നമ്മൾക്കൊരു ദിവസം എത്ര പ്രോട്ടീൻ ഡയറ്റിൽ ഉൾപ്പെടുത്തണമെന്ന് നോക്കാം. അതിന് നമ്മുടെ ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ICMR റെക്കമെൻഡ് ചെയ്യുന്നത് 0.83 ഗ്രാം പെർ ബോഡി kg ആണ് പറയുന്നത്. 0.83 ഗ്രാം പ്രോട്ടീൻ പെർ kg പെർ ഡേ. അതെന്ന് പറയുന്നത് ഒരു 65 കിലോ ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു 54 ഗ്രാം പ്രോട്ടീൻ പെർ ഡേ ആണ് റെക്കമെൻഡ് ചെയ്യുന്നത്. അതിൽ തന്നെ പ്രോട്ടീൻ എനർജി റേഷ്യോ, അതായത് നമ്മൾ ഒരു ദിവസം കഴിക്കുന്ന ഫുഡിൽ ടോട്ടൽ എനർജിയുടെ 10 തൊട്ട് 15% പ്രോട്ടീനിൽ നിന്നാകണം എന്നാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. ഇത് നോക്കുവാണെങ്കിൽ അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, പ്രോട്ടീൻ എഫിഷ്യൻ്റ് ആയിട്ട് അതിൻ്റെ യൂട്ടിലൈസേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡയറ്റിൽ കാർബോഹൈഡ്രേറ്റും ഫാറ്റും ആവശ്യമാണെന്ന്. നമ്മൾ എപ്പോഴും കണ്ടിട്ടുണ്ട്, യൂട്യൂബിൽ പല ട്രെൻഡായിട്ട് പല ഡയറ്റ് വരുമ്പോഴും കാർബോഹൈഡ്രേറ്റും ഫാറ്റും ഇല്ലാതെ പ്രോട്ടീൻ മാത്രം കഴിക്കുന്ന രീതിയിലുള്ള ഡയറ്റ്. ഇതിൽ വ്യക്തമായി പറയുന്നുണ്ട്, അങ്ങനെ കഴിച്ചാൽ എഫിഷ്യൻ്റ് ആയിട്ട് പ്രോട്ടീൻ്റെ അബ്സോർഷൻ നടക്കില്ല എന്ന് കേട്ടോ. വെജിറ്റേറിയൻസിന് കൂടുതൽ വെജിറ്റബിൾസ് അല്ല, ബീൻസ്, ഗ്രെയിൻസ്, നട്ട്സ്, സീഡ്സ്, ടോഫു, സോയ് ചങ്ക്സ്, മിൽക്ക് പ്രോഡക്ട്സ് ഒക്കെ കഴിക്കുമ്പോഴാണ് പ്രോട്ടീൻ കൂടുതലായിട്ട് കിട്ടുന്നത്. ഇതിൽ വ്യക്തമായി പറയുന്ന കാര്യമുണ്ട്, കൺസ്യൂമിങ് ഹൈ ലെവൽസ് ഓഫ് പ്രോട്ടീൻ എസ്പെഷ്യലി ഇൻ ദ ഫോം ഓഫ് പ്രോട്ടീൻ സപ്ലിമെന്റ് പൗഡേഴ്സ് ഈസ് നോട്ട് അഡ്വൈസബിൾ. അതായത് നമുക്ക് ഡയറ്റിൽ നിന്ന് മീറ്റ് ചെയ്യാൻ പറ്റുന്നൊരു ഒരു മാക്രോന്യൂട്രിയൻ്റ് ആണ് പ്രോട്ടീൻ. പക്ഷേ നമ്മൾ അതിന് സപ്ലിമെൻ്റ് എടുക്കുന്നത് റെക്കമെൻഡ് ചെയ്യുന്നില്ല. അതിൽ പല കാരണങ്ങളുണ്ടാകാം. പക്ഷേ ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉള്ള ആൾക്കാർക്ക് ഡോക്ടേഴ്സ് ചിലപ്പോൾ റെക്കമെൻഡ് ചെയ്യാറുണ്ട്. അല്ലാത്ത പക്ഷം ഒരു നോർമൽ ഒരാൾക്ക് പ്രോട്ടീൻ പൗഡർ എടുക്കേണ്ട ആവശ്യമില്ല എന്ന് വ്യക്തമായി ഇതിൽ പറയുന്നുണ്ട്. അതുപോലെ ചില ആൾക്കാർ കൂടുതൽ വെയിറ്റ് കുറയാൻ, കൂടുതൽ മസിൽ വെക്കാൻ, ഒന്നും അറിയാതെ കൂടുതൽ പ്രോട്ടീൻ സപ്ലിമെൻ്റ് അല്ലെങ്കിൽ പ്രോട്ടീൻ മാത്രം കഴിക്കുക. ഇതിൽ അത് പറയുന്നുണ്ട് 1.6 ഗ്രാം പെർ kg പെർ ഡേ. അതാണ് മാക്സിമം. നമ്മൾ ആദ്യം 0.83 ഗ്രാം കണ്ടില്ലേ, അതുപോലെ 1.6 ഗ്രാം ആണ് റെക്കമെൻഡ് ചെയ്യുന്നുള്ളൂ. അതിനപ്പുറം നമ്മൾ കൂടുതൽ മസിൽ വെക്കാൻ അല്ലെങ്കിൽ കൂടുതൽ റെസിസ്റ്റൻസ് വർക്കൗട്ട് ചെയ്യുന്നവർ കൂടുതൽ മസിൽ ബിൽഡ് ചെയ്യുമെന്ന് കരുതി എടുക്കുന്നത്, അതിനപ്പുറം എടുക്കുന്ന പ്രോട്ടീൻ അത്ര ഇഫക്റ്റീവ് അല്ല എന്ന് ഇതിൽ വ്യക്തമായി പറയുന്നുണ്ട്. പിന്നെ ഇതിൽ പറയുന്ന ഒരു കാര്യം, കൂടുതലായിട്ട് അനിമൽ പ്രോട്ടീൻസ് ഡിപ്പെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ കൂടുതൽ എമൗണ്ട് കഴിക്കുന്ന പ്രോട്ടീൻ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്ലഡ് പി എച്ച് ഓൾട്ടർ ആകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമ്മുടെ ബോഡിയിലുള്ള മിനറൽസ് pH അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. അപ്പം നമ്മുടെ മിനറൽ ഡെൻസിറ്റി കുറഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതൽ പ്രോട്ടീൻ കഴിക്കുമ്പോൾ ഉണ്ടാകുന്നുണ്ട്. അടുത്തതായിട്ട് 100 ഗ്രാം പ്രോഡക്റ്റിൽ എത്ര ഗ്രാം പ്രോട്ടീൻ ഉണ്ടെന്ന് നോക്കാം. ആദ്യമായിട്ട് പനീർ 18.86 ഗ്രാം. അടുത്തത് പീസ് ഡ്രൈഡിൽ 20.43 ഗ്രാം. അടുത്തത് ബംഗാൾ ഗ്രാമിൽ 21.55 ഗ്രാം. നമ്മുടെ കടലമാവ് ബംഗാൾ ഗ്രാം ഫ്ലോറിലാണെങ്കിൽ 22.39 ഗ്രാം. അടുത്തത് ഗ്രീൻ ഗ്രാം ചെറുപയറിൽ 23.88 ഗ്രാം. നമുക്ക് ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ കിട്ടുന്ന ഒരു വെജിറ്റേറിയൻ സോഴ്സ് സോയ് ചങ്ക്സ് ആണ്. സോയ് ചങ്ക്സിൽ 52 ഗ്രാം ഉണ്ട് 100 ഗ്രാമിൽ നിന്ന്. അടുത്തത് ഗ്രൗണ്ട് നട്ടിൽ 23.65 ഗ്രാം പ്രോട്ടീൻ കിട്ടും, അതായത് നമ്മുടെ നിലക്കടല പീനട്ട്. അടുത്തത് പംകിൻ സീഡ്സ് നിന്ന് 29.84 ഗ്രാം. സെസമി സീഡ്സ് അഥവാ എള്ളിന്ന് 19.17 ഗ്രാം. അടുത്തത് നട്ട്സിൽ വരുന്ന ആൽമണ്ടിൽ 20.8 ഗ്രാം. പിന്നെ നമ്മുടെ നാടൻ ചീര അമരാന്തിൽ 3.29 ഗ്രാം. നമ്മൾ പിന്നെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഗോതമ്പ് പൊടിയിൽ 10.57 ഗ്രാം. പിന്നെ റൈസിൽ 7.94 ഗ്രാം. അടുത്തത് മസൂർ ദാൽ എല്ലാം ഓൾമോസ്റ്റ് ഈ ഒരു റേഞ്ചിൽ തന്നെ വരും കേട്ടോ, 21.7 ഗ്രാം. പിന്നെ നമ്മുടെ പാല്, കേട് അതിലെല്ലാം ഒരു 3.1 ഗ്രാം ആണ് 100 ml 100 ഗ്രാം എന്ന് കിട്ടുന്നത്. പിന്നെ നമ്മുടെ നാട്ടിലെ മുരിങ്ങയില അഥവാ ഡ്രം സ്റ്റിക് ലീവ്സിൽ 6.41 ഗ്രാം കിട്ടും. പിന്നെ ചീസ് സ്ലൈസിൽ 20 ഗ്രാം ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഫാറ്റ് കൂടെ നോക്കണം, കുറേ എമൗണ്ട് കഴിക്കാൻ പറ്റില്ല. ഓട്സിൽ 13.6 ഗ്രാം. അടുത്തതായിട്ട് കീൻവ 13.11 ഗ്രാം. അടുത്തത് ഫോക്സ്ടെയിൽ മില്ലറ്റ്, അതിൽ 12.3 ഗ്രാം. ഓൾമോസ്റ്റ് നമ്മുടെ മില്ലറ്റുകളെല്ലാം അറൗണ്ട് ആ ഒരു 12 ആ റേഞ്ചിൽ വരും. അതുപോലെ സിറിയൽസ്
ഇപ്പോൾ ഒരു 10 ഗ്രാം അറൗണ്ടാണ് സിറിയൽസിലെല്ലാം തന്നെ കോമൺ ആയിട്ട് നമ്മൾ കാണുന്നത്. 10 അടുത്ത്. അതിൽ ഓട്സിലും കീൻവയിലും ഒക്കെ കുറച്ചും കൂടെ എമൗണ്ട് കൂടുതലുണ്ട്. പിന്നെ ദാൽ ഐറ്റംസിൽ നമ്മുടെ മസൂർ ദാൽ അല്ലെങ്കിൽ ലെൻറ്റിൽസിലെല്ലാം ഒരു 22 ഗ്രാം അറൗണ്ടാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. അതുപോലെ ഈ രാജ്മ, ബംഗാൾ ഗ്രാമ്പു അതും ആ ഒരു എമൗണ്ട് തന്നെയാണ്. പിന്നെ ടോഫുവിന് പല എമൗണ്ട്, അതായത് സോയ മിൽക്ക് ഫെർമെന്റ് ചെയ്ത് നമ്മൾ പാല് മിൽക്ക് ഫെർമെന്റ് ചെയ്ത് പനീർ ഉണ്ടാക്കുന്ന പോലെ സോയ മിൽക്കിൽ നിന്ന് ഉണ്ടാക്കുന്ന ടോഫു. ടോഫുവിന് അറൗണ്ട് ഒരു 10-15 ഗ്രാം അറൗണ്ട് വരും. പലയിടത്ത് പല വാല്യൂ ആണ് കാണുന്നത്. അപ്പോൾ അതുമൊക്കെ നമുക്ക് പ്രോട്ടീൻ കിട്ടാനൊരു നല്ല സോഴ്സാണ്. അപ്പോൾ നിങ്ങളുടെ ഐഡിയൽ ബോഡി വെയിറ്റ് വെച്ചിട്ട് വേണം ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ. 100 കിലോ ഉള്ള ഒരാൾ ഒരിക്കലും 100 ഗുണം 0.83 അല്ല കാണേണ്ടത്. ഐഡിയൽ വെയിറ്റ് ഗുണം 0.83 ഗ്രാം, അത്രയും പ്രോട്ടീനാണ് നമുക്ക് മിനിമം വേണ്ടത്. അപ്പോൾ അത് നോക്കി നിങ്ങൾ ഭക്ഷണം ക്രമീകരിക്കുക. കുറേ യൂട്യൂബേഴ്സിന് പുറകെ അല്ലെ കുറേ പ്രോട്ടീൻ വാരി വലിച്ച് സപ്ലിമെന്റ് ആവശ്യമില്ലാത്ത ആൾക്കാർ കഴിക്കേണ്ട ഒരു ആവശ്യവുമില്ല. അത് വ്യക്തമായിട്ട് ICMR ഗൈഡ് ലൈൻസിൽ പറയുന്നുണ്ട്. താങ്ക് യു. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം പ്രോട്ടീൻ്റെ ക്വാളിറ്റിയാണ്. വെജ് സോഴ്സുകൾക്ക് പൊതുവെ ക്വാളിറ്റി നോൺ വെജ് സോഴ്സിന്റെ അത്രയും മുട്ടയുടെ അത്രയൊന്നും വരാറില്ല. കാരണം നമുക്ക് എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ആവശ്യമായിട്ട് വരും. അപ്പോൾ സിറിയൽ നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ എസെൻഷ്യൽ അമിനോ ആസിഡായ ലൈസിൻ അതിൽ ഇല്ല. അതേപോലെ തന്നെ പൾസ് എടുക്കുവാണെങ്കിൽ അത് ലൈസിൻ റിച്ച് ആണ്. അപ്പം മെത്തിയോണിൻ ഇല്ല. പക്ഷേ ഈ സിറിയലിൽ മെത്തിയോണിന്, അതായത് സൾഫർ കണ്ടെയ്നിങ് അമിനോ ആസിഡ്സ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് അതിന്റെ ഒരു കോമ്പിനേഷൻ 3:1 സിറിയൽ പൾസ് റേഷ്യോ ഒരു 3:1 രീതിയിൽ കഴിക്കുമ്പോഴാണ് വെജിറ്റേറിയൻസിനെ സംബന്ധിച്ചോളം അതിന്റെ ഏറ്റവും എഫിഷ്യന്റ് ആയിട്ട് നമുക്ക് ഡയറ്റിൽ നമ്മുടെ ഒരു പ്രോട്ടീൻ കിട്ടുക.